ഇന്ന് രാവിലെ ശകലം കുമ്പളപ്പം ഉണ്ടാക്കിയാലോ? അതിന് കൂഴച്ചക്കയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കൂഴച്ചക്കയിൽ എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൂഴച്ചക്ക ഞാനിത് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച്. സാധാരണ എല്ലാവരും വരിക്കച്ചക്കയിലൊക്കെ ഉണ്ടാക്കുന്നത്. കൂഴച്ചക്കയിലും ഉണ്ടാക്കുന്നവരുണ്ട്. കൂഴച്ചക്ക അങ്ങോട്ട് അടത്തി പറക്കിയിട്ട് മാവ് ഇട്ട് കുഴച്ച് തേങ്ങ ഇട്ട് ചിരണ്ടി അങ്ങ് ഉണ്ടാക്കും. അതങ്ങനല്ല, ഇന്നൊരു രീതിയിലുണ്ടാക്കി കഴിക്കും. കൂഴച്ചക്ക ഇപ്പോൾ അടുപ്പയിലോട്ട് അരച്ച് ചെരുവത്തിന് ഇത് ചിൻചട്ടിക്കകത്ത് വെച്ചു. ഇനി ഇത് നല്ലോണം വറ്റി വന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യും. നല്ലതുപോലെ വെള്ളം വറ്റി വരണ്ടേ. ഇനി അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കര ഒഴിക്കുകയാണ്. പാനിയാക്കി ഒഴിക്കണം. അപ്പോൾ ഇതിനകത്തെ കരടും കട്ടയൊക്കെ പൊക്കോളൂല്ലോ. അത്രയുണ്ട്. ഇനി ഇത് നല്ലതുപോലെ പിന്നെയും വറ്റണം. ആ ശർക്കര വറ്റണം. ശർക്കരയുടെ വെള്ളമായി ഒന്ന് പറ്റിയിട്ട് ഒരു ശകല ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഇടുന്നുണ്ട്. ഇട്ട് ഇനി തീ കൂട്ടി വെച്ചിട്ട് ഇനി നല്ലപോലെ വറക്കണം. ഈ ശർക്കരയുടെ വെള്ളമായി ഒന്ന് പറ്റി യോജിച്ച് കഴിയുമ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടിയിൽ അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കുന്നവരുണ്ട്, മൈദക്കകത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്. കോഴിച്ചക്ക കൊണ്ടൊന്നും ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ശർക്കരയും ചക്ക അരച്ചതും ഏലക്കായും ജീരകവും കൂടെ നല്ലപോലെ വെള്ളം പറ്റി. ഇതിനകത്ത് ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് വേണ്ടിയവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ചേർക്കാം. ഇതിപ്പോൾ ചട്ടിയിലൊന്നും പിടിച്ചില്ല, നല്ലതായിട്ടിരിക്കുന്നത്. ഞാൻ ഓയിൽ ചേർത്തില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇടുക. നിങ്ങൾ എത്രയാണോ സാധനം എടുക്കുന്നത് അതനുസരിച്ചുള്ള തേങ്ങ ഇടണം. തേങ്ങ കൂടി പോയെന്നോ കുറഞ്ഞു പോയെന്നൊന്നും പറയില്ല. ഞാൻ എടുത്ത ആ സാധനത്തിനുള്ള അളവിൽ ഞാൻ എടുത്തു. ഇനി ഇതിനകത്തോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇടുന്നത്. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ശർക്കരയ്ക്കൊക്കെ ഉപ്പുള്ളതുകൊണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി ഇടും. ഇപ്പോൾ തീ കത്തിയിട്ടില്ല, തീ കുറച്ച് വെച്ചിരിക്കും. ഇനി ഇത് ഗോതമ്പ് പൊടി ഇതും കൂടി ഒന്ന് നല്ലപോലെ യോജിപ്പിക്കണം. പിന്നെ ഇലക്കകത്ത് വെച്ച് പുഴുങ്ങുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി ഈ കുറച്ചിട്ടിരിക്കുക, തീ കെടുത്തിയിട്ടിരിക്കുക, നല്ലപോലെ കുഴക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പ് വെച്ചു, വെള്ളം തിളച്ചു, 2 എണ്ണം ഉണ്ടാക്കി വെച്ചു. അതിനി എങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വെക്കുന്നതെന്നറിയാം. എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാൻ മേലാത്തവർക്കായിട്ട് അത് കൈ കൊണ്ട് തന്നെ നമ്മളെടുത്ത് വെക്കുന്നത് നല്ലത്, സ്പൂൺ കൊണ്ട് കോരി വെക്കുന്നതിലും. ഇതിങ്ങനെ ഈ മാവിനകത്ത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ പതുക്കണം. ഇങ്ങനെ പതുക്കി കഴിയുമ്പോൾ ഇത് പരന്ന് ഇവിടെ എല്ലാം ആവും. കഴിഞ്ഞ് തയ്യ തുമ്പ് ഇങ്ങനെ ഇങ്ങോട്ടും മടക്കും. ചിലർ ഈർക്കിലൊക്കെ കുത്തി വെക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഇലയല്ലേ, നല്ല മുഴുത്ത ഇല, അത് കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഈ മാവൊന്ന് കുത്തി ഇങ്ങനെ നിറക്കി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കണം. പതുക്കി കഴിയുമ്പോൾ മാവ് അതിനകത്ത് നല്ല ഇതായിട്ട് കിട്ടും, പരന്ന് കിട്ടും. അപ്പോൾ നല്ല കനം കുറഞ്ഞ എളുപ്പം വെന്ത് കിട്ടും. നമ്മുടെ കുമ്പളപ്പം റെഡിയായി. ഇനി എടുക്കാം, കഴിക്കാം. എല്ലാവരും ഓടി വായോ. കൊണ്ടിൽ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. മേളിലിരിക്കുന്ന അങ്ങോട്ട് മാറ്റി വെച്ചാൽ അടിയിലിരിക്കുന്ന ആദ്യം നമ്മൾ വെച്ചത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും. ആദ്യം നമ്മൾ വെച്ചത്